ആശ. നമുക്ക് ആശിക്കാം, എന്നാൽ ആശകൾക്ക് അതിരുണ്ട്. ഒരു കുന്നോളം ആഗ്രഹിക്കാൻ ഒരു കുന്നിക്കുരുവോളം നമുക്ക് സ്വന്തമാക്കാമെന്ന് ചിലരെല്ലാം പറയാറുണ്ട്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ ജീവനുണ്ടെങ്കിൽ ആശിക്കാതെ ഒരാൾക്ക് ജീവനോടെ നിലനിൽക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭഗവാൻ ശ്രീബുദ്ധൻ നാടും വീടും രാജ്യവും സർവവും വിട്ട് തപസ്സിന് പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആശിച്ചത് കഷ്ടത, വാർദ്ധക്യം, മരണം തുടങ്ങിയ മാറ്റം വരുത്താൻ ബോധിവൃക്ഷ ചുവട്ടിൽ കണ്ണുകളടച്ച് തപസ് ചെയ്തു. മകൻ, ഭാര്യ, മാതാപിതാക്കൾ, രാജ്യം എല്ലാം ത്യജിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മാറ്റവും കണ്ടില്ല. ഒരു സത്യം കണ്ടെത്തി: ആശയാണ് ദുഃഖത്തിന് കാരണം. ഒരു കാര്യം മനസ്സിലാക്കാം: നമ്മൾ നടക്കുന്ന കാര്യങ്ങളെ ആശിക്കാവൂ. നമ്മുടെ കടമ ഉപേക്ഷിക്കാതെ, നമ്മൾ ദൈവമാണെന്ന് വിചാരിക്കാതെ, നമ്മൾ വരുത്തിവെച്ച ബാധ്യതയ്ക്ക് ഉത്തരമാകണം. മുന്നിൽ കാണുന്ന ഉത്തരവാദിത്വം വർഷങ്ങളായി നോക്കാത്ത ഒരു വ്യക്തിക്ക് കുടുംബത്തിൽ ബുദ്ധനെ പോലെ സാധാരണക്കാർക്ക് കയറാൻ പറ്റില്ല. കുടുംബജീവിതം തുടങ്ങിയാൽ സന്യസിക്കാനോ എല്ലാം ഇട്ടെറിഞ്ഞു പോകാനോ ആശ തോന്നിയാൽ ദുഃഖിക്കാൻ ഇടവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീടിൻ്റെ സ്നേഹം പരിഗണിച്ച് നമ്മൾ ആകുന്ന തരത്തിൽ സേവന താൽപ്പര്യം കാട്ടണം. ഒറ്റക്കുട്ടിയായി വളർന്ന് സ്നേഹവും വാത്സല്യവും മറന്ന് നടന്നാൽ പാപം, ശാപമൊക്കെ നേടിയെടുക്കേണ്ടി വരും.